मुस्तफा जाने रहमत लाखों सलाम मुस्तफा जाने रहमत लाखों सलाम। മുറാദാബാദില് ഞങ്ങൾ ചെയ്ത ചില കാര്യങ്ങൾ, ഞങ്ങൾ കണ്ട, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഈ ഡോക്യുമെന്ററിയിലൂടെ ഉദ്ദേശം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ സ്ഥാപിച്ച മദ്രസയുടെ അസംബ്ലി നടക്കുകയാണ്. അപ്പൊ ഈ മദ്രസ സ്ഥാപിക്കുന്നതിലേക്ക് എത്തിച്ചേർന്ന ഘടകങ്ങളെ കുറിച്ച് അതിനെ ഏറ്റവും മുൻകൂട്ടി ഏറ്റവും നല്ല രീതിയിൽ നടപടികൾ സ്വീകരിച്ച അമീൻ മുസ്ലിയാർ നമ്മളോട് സംസാരിക്കും. അദ്ദേഹത്തിലേക്ക് ഞാൻ എന്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മുസ്ലിങ്ങളെ, നിങ്ങൾ കൂട്ടുകാരുമൊത്ത യാത്രയിൽ ജാമിഅ നഹ്വിയയിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ പരിസര പ്രദേശങ്ങളൊക്കെ സൈക്കിളോടെ സഞ്ചരിക്കുകയും ആ കൂട്ടത്തിൽ ഈ പ്രദേശത്ത് ഞങ്ങൾ എത്തുകയും, ഞങ്ങൾ എത്തിയപ്പോൾ ഇവർക്ക് തീരെ ദീനി ബോധമില്ലാത്ത സ്ഥലത്താണ് ഞങ്ങൾ എത്തിയത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ആളുകളായിട്ട് സംസാരിച്ച് ഞങ്ങളുടെ മദ്രസയിലേക്ക് എത്തി ബാക്കിയുള്ള കൂട്ടുകാരോട് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ആ കൂട്ടുകാരും ഞങ്ങളെല്ലാം ഒത്തൊരുമയോടെ നിന്ന് ഇപ്പോൾ ഈ മദ്രസയെ ഞങ്ങൾ തുടക്കം കുറിക്കാൻ ഇവിടെ എത്തിയപ്പോൾ പല കുട്ടികൾക്കും നബിതങ്ങളുടെ പേരും നബിതങ്ങൾ എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് വഫാത്തായത് എന്ന് പോലും അറിയാത്ത കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾക്കെല്ലാം അങ്ങനെ പ്രാഥമികമായ അറിവുകൾ കൊടുത്ത് ഈ മദ്രസയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഏകദേശം 70ഓളം കുട്ടികൾ ഇപ്പോൾ ഈ മദ്രസയിൽ പഠിക്കുന്നു. ഇപ്പോൾ നമുക്ക് അനിവാര്യമായത് ഇവിടെ അടുത്ത പ്രദേശത്തൊന്നും പള്ളിയും മദ്രസയും ഒന്നുമില്ലാത്തൊരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു പള്ളിയും മദ്രസയും വളരെ അത്യാവശ്യമായി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്കെല്ലാവരും ഈ ഡോക്യുമെന്ററി കാണുന്നവരെല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്നും നടത്തുന്നു. അസ്സലാമു അലൈക്കും. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവിടുത്തെ ദരിദ്രമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച പെയിന്റ് ചെയ്തിട്ടില്ലാത്ത ഭവനങ്ങളും നിസ്സഹായത നിഴലിട്ടു കാണുന്ന ജീവിത രീതികളും ദാരിദ്ര്യത്തെ വ്യക്തമായി വിളിച്ചറിയിക്കുന്നുണ്ട്. ഇതിനു പുറമെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പ്രശ്നങ്ങളെ ശതഗുണീകരിക്കുന്നു. പരിതാപകരമായ അവസ്ഥകൾ കണ്ടപ്പോൾ ഒന്നിനും കാത്തുനിൽക്കാതെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഒഴിഞ്ഞുകിടന്ന ചില മൂലകളും ചില സഹൃദയരുടെ ഭവനങ്ങളും ഉപയോഗപ്പെടുത്തി മദ്രസയ്ക്ക് തുടക്കം കുറിച്ചു. ആത്മീയവും ഭൗതികവുമായ വിദ്യാഭ്യാസം ഇവിടെ നൽകപ്പെടുന്നു. അക്ഷരമാല പഠിക്കുന്നവർ മുതൽ ഖുർആൻ പഠിക്കുന്നവർ വരെ ഇവിടെയുണ്ട്. എല്ലാവർക്കും പരിമിതികൾക്കുള്ളിൽ നിന്ന് സൗകര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി ഇവിടെ അധ്യാപനം നടത്തുന്നു. കൂട്ടത്തിൽ ഉറുദു അറിയാവുന്നവരെ ഉപയോഗപ്പെടുത്തി അധ്യാപനം ഫലവത്താക്കുന്നു. എല്ലാ ആഴ്ചയിലും അച്ചടക്കത്തോടുകൂടി അസംബ്ലി നടന്നുവരുന്നു. അന്ന് പൊതുവായ വിഷയങ്ങളിൽ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം വ്യക്തിത്വ വികസനത്തിനുതകുന്ന കാര്യങ്ങൾ ഉപദേശിക്കുന്നു. नमाज की नियत करना और औरत को छुपाना और किबला की तरफ मुड़ना और वही किबला मगरिब दोनों एक ही है। और देखा तो नमाज नहीं होगी। पहले क्या है? पाक होना। हाँ, वेरी गुड। दूसरा नमाज की वक्त होना, नमाज के लिए। तीसरी
हाँ, नमाज के नियत। चौथा, औरत को छुपाना, औरत को यानी जो जगह छुपाने की हो പ്രവർത്തനങ്ങൾ മൂലമുണ്ടായ മാറ്റങ്ങൾ ഗ്രാമനിവാസികളുടെ വാക്കുകളിൽ കേൾക്കാം. के लिए मुंह फिल उक़द, फिल उक़द। तो बताइए। जब से आप यहाँ पर आए हैं, जब से आप बच्चों को तालीम मिलनी शुरू हुई है, यहाँ अब तक पहली तालीम में थी वो कम थी, मतलब कम क्या थी नहीं यहाँ पर तालीम। अब जब से आप यहाँ से आए हैं तो कुछ बच्चे पढ़ रहे हैं, तहजीब भी है और आपका सहयोग भी है, सब अच्छा है। और मस्जिद भी यहाँ से दूर है, मदरसा तो यहाँ है ही नहीं, मदरसा तो उधर है, वो पल्ले रोड पे आगे बच्चे नहीं जाना चाहते, माँ बाप तो पहले यहाँ बच्चे नहीं जाते थे, बच्चे पहले नहीं जाते थे, बच्चे आज भी नहीं जाना चाहते उधर। मतलब 100 में अगर 2-4 अगर जा रहे हैं तो उसमें कोई जाने में जाना नहीं है। तो मदरसा भी दूर है, मस्जिद भी दूर है। अब एक मस्जिद की हमने जगह ले भी रखी है तो वो भी घपले में है, उसको भी नहीं ले पा रहे लोग बाग, धंधा ही नहीं ले रहे इतना, तो देंगे कहाँ से। फिर मजदूर पार्टी है, सभी कोई खेती नहीं है, बाड़ी नहीं, कोई किसानी नहीं है, रोज करना रोज खाना है। हम भी कोशिश कर रहे हैं यहाँ जगह खरीदने के लिए, इंशाअल्लाह एक मस्जिद भी तो बनाएंगे। इसी वजह से बस ये यहाँ के बच्चे जो पीछे हैं, फिर और जो बड़े बूढ़े हैं जिनकी नमाज़ें याद हैं या ना हैं, हाँ सही। थोड़ा बहुत इबादत करते हैं, अल्लाह को सिजदा करते हैं, मोहम्मद को भी याद करते हैं, रसूल पाक के सदक़े में। समझे, तो यही हालात हैं यहाँ के, गरीब ये मामले हैं सारे, जो भी कुछ भी हैं। मगर जब से तुम लोग आए हो थोड़ी बदलाव है और इज्जत भी है अल्लाह के करम से। कुछ लोगों ने कहा भी कि भाई ये क्या करा रहे हैं आप, मैंने कहा हमारे बच्चों को तालीम मिल रही है, ये कोई गुनाह थोड़ी है, ये तो अच्छी बात है, ये तो सवाब है। अल्लाह के घर भी जाना है, अल्लाह ने अगर पैदा किया है तो अल्लाह ने अपने घर बुलाने के लिए भी पैदा किया है, नहीं रहना थोड़ा ये कोई है। अल्लाह को भी दिखाना है, रसूल को भी जवाब देना है, अल्लाह को भी जवाब देना है, सब कुछ नहीं है, अल्लाह के पास है जो कुछ भी है। जितना मुरादाबाद के करीब है ये इतना ही दूर है, ये जितना मुरादाबाद के करीब है इतना अच्छा होता है काम, और आगे बढ़ता है। बता बेटा, यहाँ की तालीम अच्छी है, जब से आप आए हैं तो और बेहतर हो गई है। ठीक है, यहाँ पर पहले बच्चे नहीं आया करते थे, आप आए तो बच्चे आए, यहाँ पर पढ़ाई हो रही है, अच्छी। और ये बच्चे नहीं आया करते थे, उन्हें बुला कर लाते हैं तो आराम से आ जाते हैं, क्योंकि आप मार पीट करते थे तो ये नहीं आते थे वैसे, अब ऐसा आ रहे हैं बच्चे। മദ്രസയുടെ നടത്തിപ്പിനാവശ്യമായ പ്രാഥമികമായ സൗകര്യങ്ങൾ, ബോർഡും നിലത്ത് വിരിക്കുന്ന പായകളും മറ്റുമൊക്കെ തന്നു സഹായിച്ചത് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷനാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും കുട്ടികൾക്ക് ക്ലാസ്സിനു ശേഷം ഭക്ഷണം വിതരണം ചെയ്യുന്നതും ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷന്റെ സഹായം കൊണ്ടാണ്. കേരളത്തേക്കാൾ 10 മടങ്ങ് യുപിയിൽ കൊണ്ടാടപ്പെടുന്ന നബിദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികളുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കാൻ പരിപാടി സംഘടിപ്പിച്ചു. ഖിറാഅത്തും തഖ്രീറും നാത്ത് ഷരീഫും ക്വിസ് മത്സരങ്ങളുമൊക്കെയായി വിദ്യാർത്ഥികളുടെ വിപുലമായ പങ്കാളിത്തമുണ്ടായിരുന്നു. जाएंगे इंशाअल्लाह।
پہنچ جائیں گے انشاءاللہ مدینہ مدینہ مدینہ. سب آ رہے ہیں دوسرے مسجد اور مدرسے کی ضرورت ہے. مسجد مدرسے کی بہت ضرورت ہے یہاں پر. اصل میں کتنے بچے رہیں گے یہاں پہ؟ چھوٹے چھوٹے بچے بچیاں ہاں بچے 100 سوا 100 ہو جائیں گے. 100 ہو جائیں گے. 100 سوا 100 ہو جائیں گے جب پڑھائی میں شروع ہوئے گی. بڑھیا تو اور بچے ہو جائیں گے. ابھی تو اتنی کافی ہے. بہت ابھی زیادہ صحیح پڑھائی لگ رہا ہے آپ لوگ؟ پڑھائی بڑھیا لگ رہی ہے. ہمارے بھائی بہن بھی صحیح پڑھ رہے ہیں. کل پروگرام ہوا تھا اس میں بھی ہمیں اچھا لگا الحمدللہ. اور اللہ نے چاہا تو اور آگے کو ایسے بڑھایا جائے گا. مبارک رہے دلی باتوں میں گل، مبارک رہے دلی باتوں میں گل، ہمیں گل سے بہتر ہے خار مدینہ.